എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. ക്യൂട്ടാണ്, അതേപോലെ തന്നെ സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുപോലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ബോട്ടിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. ശേഷം ഞാൻ പേപ്പറിൻ്റെ അകത്ത് ഇതേപോലെ ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ നോട്ട്ബുക്കിൻ്റെ പേജാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ അറ്റത്ത് മാത്രം നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബോട്ടിലിൻ്റെ ഏത് ഭാഗത്താണ് ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഈ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ പേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോട്ടിൽ പെയിൻറ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്, റെഡ് കളർ. സ്പ്രേ പെയിൻറ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ചെയ്യാൻ. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ബോട്ടിൽ ഫുള്ളായിട്ട് ഒരു കോട്ട് പെയിൻറ് കൊടുക്കുക. അത് ഡ്രൈ ആയതിന് ശേഷം മാത്രം അടുത്ത കോട്ട് കൊടുക്കുക. ഞാനിപ്പം ബോട്ടിൽ മൊത്തത്തിൽ 3 കോട്ട് പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ബോട്ടിൽ എടുത്തിരിക്കുകയാണ്. ഇനി ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിൽ ഫുള്ളായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ നെക്ക് പോർഷനിൽ ജൂട്ടിൻ്റെ ത്രെഡാണ് ചുറ്റി കൊടുക്കുന്നത്. ഈ ജൂട്ടിൻ്റെ ത്രെഡ് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇനിയിപ്പോൾ അങ്ങനെ വാങ്ങിക്കാനൊന്നും താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമ്മൾ സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ കടയിൽ നിന്ന് നമുക്ക് ഇതേപോലെ ജൂട്ടിൻ്റെ ത്രെഡ് കൊണ്ടാണ് കെട്ടിയിട്ട് തരിക. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ത്രെഡ് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതേപോലെ കുറച്ച് ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ വിരലിൽ വെച്ചിട്ട് ചുറ്റി കൊടുക്കുകയാണ്. നമുക്ക് എത്ര വേണോ അത്രയും നമ്മൾ ചുറ്റി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലൊരു കഷ്ണം നൂലെടുത്തിട്ട് കെട്ടി കൊടുക്കുകയാണ്. കുറച്ച് നല്ലോണം തന്നെ കെട്ടി കൊടുക്കുക. ഇനി ഇതിൻ്റെ രണ്ടറ്റത്തും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മളിത് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ നെക്ക് പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചരിച്ച് സൈഡിലേക്കായിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ആദ്യം ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുത്തില്ലേ ബോട്ടിൽ ഹാർട്ട് ഷേപ്പിൽ, അത് നമുക്ക് ഇളക്കിയെടുക്കാം. അത് ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഇളക്കിയെടുക്കുക, പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഹാർട്ട് ഷേപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ഇളകിയത് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അത്ര മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ അങ്ങനെ തന്നെ വിടുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട്. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.